ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ്ഭാഗവത മഹാപുരാണം ദ്വിതീയ സ്കന്ധം 2-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകം 6-ാമത്തെ ഭാഗമായിട്ട് പറയണു. ഓം ഏവം സ്വചിത്തേ സ്വതയേവ സിദ്ധ ആത്മാ പ്രിയോർത്ഥോ ഭഗവാനനന്ദ തം നിർവൃതോ നിയതാർത്ഥോ ഭജേത സംസാരഹേതു പരമശ്ചയത്ര. ഏവം ഇങ്ങനെ സ്വചിത്തേ അവനവൻ്റെ മനസ്സിൽ സ്വതഹ ഏവ ഒരു വേറൊന്നും പ്രേരണ ഇല്ലാതെ കണ്ട് സ്വയമേവ ഉണ്ടാകുന്നതായിട്ടുള്ള സിദ്ധ അത് കിട്ടിയാൽ പ്രിയ ഏറ്റവും ഇഷ്ടനായിട്ടുള്ള അർത്ഥ സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാൻ അനന്ത ഈ ഭഗവാന്റെ മഹത്വത്തെ കുറെ പറയാണ്. ആത്മാ ആ പരമാത്മാവ് നിർവൃത നമുക്ക് തരുന്നതായിട്ടുള്ള ഈ ആനന്ദം അത് ഒരു നിർവൃതിയാണ്. ഭഗവാനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു നിർവൃതി ഉണ്ടാവും. ആ ആനന്ദം നിയതാർത്ഥ അത് നിശ്ചയിച്ചു തരാം, അത് ഭഗവാനാ. തം ആ ഭഗവാനെ ഭജേത. അപ്പം നമ്മൾ സദാസമയത്തും ബ്രാഹ്മണനായിട്ട് ജീവിക്കണം എന്നാ. ശൂദ്രനായിട്ട് ജനിച്ചു ബ്രാഹ്മണനായിട്ട് ജീവിക്കണം. അതിൻ്റെ അർത്ഥം പലർക്കും അറിയില്ല. ശൂദ്രനായിട്ട് ജീവിച്ച് അമ്പലത്തിൽ ശാന്തിക്കാരനാവണം, തന്ത്രി ആവണം എന്നൊക്കെയാണ് മോഹം. അപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് എല്ലാ കടമയും, എല്ലാ പ്രവൃത്തിയും, എല്ലാ കൂട്ടായ്മകളും. അങ്ങനെയാണോ എന്നറിയില്ല. കാരണം കുലത്തിൽ ജനിച്ചു കഴിഞ്ഞ് അതിൽ കലികാലത്തിൽ പ്രത്യേകിച്ചും ശുദ്ധി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ, ദേഹശുദ്ധി, മനഃശുദ്ധി, അതേപോലെ നമ്മൾ പൂർവ്വജന്മകൃതം ആ വാസന, അതിനെ നമുക്ക് എത്രത്തോളം മറികടക്കാൻ സാധിക്കും, അതിനെ ഏതെങ്കിലും ഒരു തരത്തിൽ ചെറിയ നെഗറ്റീവ് ഉണ്ടെച്ചാൽ ഉപാസന കൊണ്ട് അത് മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ട് ആ ഒരു ഈശ്വരഭാവത്തിൽ എത്താൻ സാധിക്കും. നമ്മൾ സ്വീകരിക്കുന്ന വസ്തുക്കൾ, സംഘം, സത്സംഗം തൊട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എത്രത്തോളം നമുക്ക് മാന്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം തന്ത്രിയാവാനും അല്ലെങ്കിൽ ആ ഒരു ബ്രാഹ്മണ്യത്തിലേക്ക് എത്താനും. അപ്പോൾ ഇവിടെ അത് വളരെ പ്രധാനമാണ്. കാരണം ഈ നിർവൃതി നിയതാർത്ഥ അത് ഭഗവാൻ തരുന്നതാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ ഭജേത ഭജിക്കണം. ഇപ്പോൾ ശാന്തിക്കാരനാവണം, തന്ത്രി ആവണം എന്നില്ല, അടിച്ചുരിയാൽ മതി എന്ന് സാരം. അങ്ങനെ എത്ര സംസാരഹേതു പരമ സംസാര നാശം സംഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുക. സംസാരഹേതു സംസാരിക്കുക എന്നുള്ളത് ജനിക്കുക, മരിക്കുക. അത് മനുഷ്യ ശരീരം തന്നെ എപ്പോഴും കിട്ടില്ല, മാറി മാറിയിട്ട് വരാം. അപ്പം അതുകൊണ്ട് അതിൻ്റെ മാക്സിമത്തിലുള്ള സംസാരഹേതു പരമ സംസാരഹേതുവാണ്, അത് പരമം, മാക്സിമം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടരുത്. അതാണ് ഇപ്പം സംസരിക്കൽ അവസാനിക്കണം എന്ന് സാരം. നമ്മൾ സംസാരഹേതു അതിൻ്റെ വിഗ്രഹം ശബ്ദച്ഛേദ വാക്കിനെ മുറിക്കൽ സംസാരഹേതു ഉപരമ എന്നാണ്. അപ്പോൾ ഉപരമ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം, ദ ലാസ്റ്റ്. ജനിക്കുക മരിക്കുക എന്നതിൻ്റെ അവസാനം മുക്തിയാണ്. അപ്പോൾ ആ മുക്തിക്ക് ഈ സംസാര നാശം സംഭവിക്കാം, അങ്ങനെയായാലേ മുക്തി കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയിക്കണം. അപ്പോൾ ഭഗവത്വത്തെ കുറേ കാര്യങ്ങൾ പറയാണ്. ഏവം സ്വചിത്തെ നമ്മുടെ ഈ മനസ്സിൽ ഇങ്ങനെ സ്വത ഏവ സിദ്ധ സ്വയമേവ ഇങ്ങനെ സിദ്ധിക്കണം. ഈ തോന്നലുകൾ ശീലമായിട്ട് വരണം, ഓട്ടോമാറ്റിക്കായിട്ട് വരണം, ഇൻഡ്യൂഷനായിട്ട് വരണം, പ്രേരണയായിട്ട് വരണം. ആത്മാ പരമാത്മാവ് പ്രിയ പരമാത്മാവിന് പ്രിയനാവണം നമ്മൾ. നമുക്ക് പ്രിയനാണ് പരമാത്മാവ്, പക്ഷേ അത് നമുക്ക് പ്രകടിപ്പിക്കാൻ വശമല്ല, അതിനുള്ള തിരിച്ച് റിട്ടേൺ നമ്മൾ കൊടുക്കണില്ല. അതുകൊണ്ട് നമുക്ക് പല വിഷമങ്ങളും ഉണ്ടാവണു. നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ ഭഗവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ, ഇങ്ങോട്ടുണ്ട് ഭഗവാന് കാരുണ്യവാനാണ്, മായപുഞ്ചിരിയും കാരുണ്യ നോട്ടവും ഭഗവാനുണ്ട്. മായയിൽ നമ്മളെ പെടുത്തുന്നുണ്ട്. ഈ മായ മറികടക്കാൻ ഭഗവാന്റെ പുഞ്ചിരിയെ വേണ്ടേനി. അപ്പോൾ അതൊന്ന് സ്മരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞു വെച്ചാൽ മനസ്സ വചസ കർമ്മണ, ഇത് മൂന്നും നമുക്ക് ഭഗവാനെ സമർപ്പിച്ച് അതിൻ്റെ ഫലം കൂടി ഭഗവാനെ സമർപ്പിച്ചാൽ നമ്മുടെ പ്രാരബ്ധം തീരം ചെയ്യും. അപ്പോൾ അങ്ങോട്ടുമായി ഇങ്ങോട്ടുമായി, അങ്ങനെ പ്രിയനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിയനായിട്ട്. അർത്ഥ എന്താ അർത്ഥം? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് അർത്ഥം. ആ അർത്ഥം ഈശ്വരനാ. വിശക്കുമ്പോൾ ആഹാരം ഈശ്വരനാ. ശ്വാസം ശുദ്ധവായു കിട്ടിയില്ല വെച്ചാൽ
നമ്മൾ മരിച്ചു പോകും. അപ്പോൾ ശുദ്ധവായു ഈശ്വരനാ, ദാഹിക്കുമ്പോൾ ജലം അത് ഈശ്വരനാ. നമുക്ക് നിസ്സഹായാവസ്ഥ വരുമ്പോൾ ഒരു സഹായം ചെയ്യുന്നത് ഉപദേശമായാലും ശരി, മാനുവൽ ആയിട്ടുള്ള ഈ ശാരീരിക സംരക്ഷണമായാലും ശരി, ബുദ്ധിപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള ചില സഹായങ്ങൾ അത് ചെയ്യുമ്പോഴും അതൊക്കെ ഈശ്വരഭാവമാണ്. അപ്പോൾ ആ ഈശ്വരഭാവം എന്നുള്ളത് അതാണ്. ആ അർത്ഥം അത് ഭഗവാനാണ്, അനന്തമാണ്. ഇനി ഇത്ര എന്ന് നിശ്ചയിക്കാൻ പറ്റില്ല, അത്രയും കൂടുതലാണ്. തം ആ ഭഗവാനെ നിർവൃത അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭാവമാണ് നിർവൃതി. ഒരു ദീർഘനിശ്വാസത്തോടു കൂടിയിട്ട് രോമാഞ്ചത്തോടു കൂടിയിട്ട് ഭഗവാനിൽ ലയിക്കുക എന്ന ഒരു ആത്മസംതൃപ്തിയോട് കൂടിയിട്ട് എപ്പോഴും ഭഗവാനെ കാണാൻ സാധിക്കണം. അതെങ്ങനെ? വെള്ളം കുടിച്ച് ദാഹം തീർന്ന സമയം വെയിൽ കൊണ്ട് വളരെ ക്ഷീണിച്ച് കുറച്ച് അധ്വാനിക്കുകയും ചെയ്തു എന്ന് കൂട്ടുക. ഇവിടെ വന്ന് ഫാനിൻ്റെ വീട്ടിലൊക്കെ ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒരു ആശ്വാസം വന്നു വെച്ചാൽ നമുക്കൊരു ഭഗവത്വമാണത്. ആ ആശ്വാസം തരുന്നത് ഭഗവാനാണ്. എന്തുകൊണ്ടാണ് കിട്ടിയത്? കാറ്റും വെള്ളവും, പിന്നെ വിശ്രമവും. മനസ്സിനും ശരീരത്തിനും ഒരു സുഖത്തെ കിട്ടി. ഈ സുഖത്തെ തരുന്നത് കാറ്റും വെള്ളവുമാണെങ്കിൽ ആ രണ്ടും കിട്ടി സ്വീകരിച്ചതിൻ്റെ ശേഷം നമുക്ക് സുഖത്തെ കിട്ടിയെങ്കിൽ അതാണ് ഈശ്വരത്വം. ആ ഭാവമാണ് ഈശ്വരത്വം. അപ്പോൾ ആ നിർവൃതി നിയതാർത്ഥ, അത് ഭഗവാനാൽ ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് നിയതാർത്ഥം. നിശ്ചയിച്ചതാ, പൂർവ്വ നിശ്ചയിച്ചതാ. അപ്പോൾ ഇതിൻ്റെ കാറ്റും വെള്ളവും ഈശ്വരനാണ്, അതല്ല. പക്ഷേ അതിൻ്റെ കാറ്റും വെള്ളവും നമ്മൾ സ്വീകരിക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള നമ്മുടെ ആ സുഖം ഉണ്ടല്ലോ, ആ സുഖം തരുന്നതായിട്ടുള്ള ആ സുഖ പ്രധാനം, സുഖം എന്നുള്ള തോന്നൽ, ആ തോന്നിപ്പിക്കലാണ് ഈശ്വരൻ്റെ ഭാവം. അതാണ് നിയതാർത്ഥം. അത് തരുന്നതായിട്ടുള്ള ഭഗവാനെ നമ്മൾ എന്തുകൊണ്ട് മറക്കണു, ഭജിക്കാതിരിക്കണു? അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ സ്ഥിരമായിട്ട് ഭഗവാനെ ഭജിക്കുകയാണെങ്കിലോ സംസാരം തീരും ചെയ്യും. സംസാരഹേതു ഉപരമ. അപ്പോൾ സംസാരം അതിന് കാരണം, ആ കാരണത്തെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? അതായത് നിയതാർത്ഥ ഭജേത സംസാരഹേതു ഉപരമഃ ച യത്ര, എന്തിലാണോ എവിടെയാണോ എപ്പോഴാണോ. നമുക്ക് ഒരു പണി ചെയ്തു, ഇപ്പം ഞാൻ പൂജ ചെയ്തു, എനിക്ക് ദക്ഷിണ കിട്ടിയില്ല വെച്ചാൽ എൻ്റെ മനസ്സിനാണ് എൻ്റെ പ്രയാസം. ആ ദക്ഷിണ കിട്ടിയില്ലല്ലോ എന്ന ചിന്ത എനിക്ക് അടുത്ത ജന്മം സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇത് ഞാൻ ബോധവാനല്ലെങ്കിൽ ഞാൻ ആ ദക്ഷിണയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെയ്ത കർമ്മത്തിന് ഫലമില്ല, ഞാൻ ഇത്രയും പഠിച്ചതിനുള്ള ഫലമില്ല. അപ്പോൾ ഇത് എപ്പോഴാണോ നമുക്ക് ഈ ഒരു ഭാവത്തിൽ എത്താൻ സാധിക്കുന്നത് അപ്പോഴേ നമ്മൾ ഭാഗവതനാവുള്ളൂ. ദക്ഷിണയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വീണ്ടും ജന്മം എടുക്കണം, കാരണം ദക്ഷിണ കിട്ടിയില്ല അവിടെ. അപ്പോൾ അടുത്ത ജന്മത്തിൽ അയാളും ഇതേപോലെ വരണം. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് എത്ര കാലം കഴിയും, എത്ര കൽപ്പം കഴിയും ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ കൽപ്പത്തിൽ തന്നെ ആവാം, ചിലപ്പോൾ ഈ യുഗത്തിൽ തന്നെ ആവാം, ചിലപ്പോൾ ഒരു 10 ചതുർയുഗം കഴിഞ്ഞിട്ടാവാം. അത്രയും കാലം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നരകത്തിലോ സ്വർഗത്തിലോ എവിടെയെങ്കിലും ആവാം. അതേപോലെ തന്നെ ഭൂമിയിൽ മറ്റ് ശരീരങ്ങളിലാവാം. അപ്പം അതുകൊണ്ടാണ് ഒരു കാരണവശാലും നമ്മൾ ഈ പ്രതിഫലത്തിൽ കണ്ണ് വയ്ക്കരുത്. പക്ഷേ പ്രതിഫലത്തിൽ കണ്ണ് വയ്ക്കാം. എങ്ങനെ? അപ്പോൾ നമ്മൾ നല്ലോണം ക്ഷീണിച്ചു, വന്നു, വെള്ളവും കുടിച്ചു, കാറ്റും കൊണ്ടു. ഈ വെള്ളം കുടിക്കാനും കാറ്റ് കൊള്ളാനും വേണ്ടിയിട്ട് നമ്മൾ അകത്തേക്ക് വന്നു, ഫാനിൻ്റെ ചോട്ടിലിരുന്നു, വെള്ളം കൊണ്ടുവന്നു, കുടിച്ചു. അത് നമുക്ക് പ്രതീക്ഷിക്കാം. അത് പ്രതിഫലമല്ല, അത് ഒരു നീഡാണ്, ബേസിക് നീഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് എന്തില്ല, ഈ പ്രാരബ്ധമില്ല. പക്ഷേ ഈ കാറ്റ് തരുന്നത് ഒരാൾ വീശി തരുകയാണെങ്കിൽ അയാളോട് കടപ്പാടായി. വെള്ളം കൊണ്ടുവരുന്നത് വേറെ ആളാണെങ്കിൽ അയാളോട് കടപ്പാടായി. ആ കടപ്പാടിനെ നമ്മൾ തീർക്കുകയും വേണം. അതൊരു പക്ഷേ ഈ പണിയെടുക്കുന്നത് അവർക്ക് ആദ്യമേ തന്നെ കടം വീട്ടിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, നമ്മൾ കർഷകനാണ്, 4 ചേന വെച്ചു, 4 വാഴ വെച്ചു, അങ്ങനെയാണ് ക്ഷീണിച്ച് വന്നതെന്ന് കൂട്ടുക. അപ്പോൾ ഈ വീശി തരാൻ ഈ കുടുംബത്തിലെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ആണെങ്കിൽ അവർക്കുള്ളതാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ കട അവിടെ തീർന്നു. അതേപോലെ വാഴപ്പഴം, അത് ഭഗവാന് നേരിച്ചു.
അത് എല്ലാവർക്കും കൂടിയിട്ട് പ്രസാദമായിട്ട് കിട്ടി, ഭഗവത് പ്രസാദമായി. അപ്പോൾ ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ബന്ധമുണ്ട്, മ്യൂച്വലി കണക്റ്റഡ് ആണ്, ഇൻ്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാവം അത് അറിയാതെ കൊണ്ട് ചെയ്യുമ്പോഴാണ് സംസാരം വരിക. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ സംസാരം വരില്ല. വളരെ വളരെ ശ്രദ്ധിച്ചാലേ നമുക്ക് മുക്തി കിട്ടുള്ളൂ, അല്ലെങ്കിൽ മുക്തി കിട്ടില്ല. ഏവം സ്വചിത്തെ, ഇങ്ങനെ സ്വന്തം മനസ്സിൽ സ്വത ഏവ സിദ്ധ, ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരണം. അങ്ങനെ കിട്ടിയതായിട്ടുള്ള എല്ലാം ആത്മാ, അതെല്ലാം പരമാത്മാ അംശം ആണ്. പ്രിയ, ഇനി എങ്ങനെ വേണം? പരമാത്മാവും നമ്മളും പ്രിയർ ആയിരിക്കണം, മ്യൂച്വൽ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ അർത്ഥ, ഈ അർത്ഥങ്ങൾ മുഴുവൻ സ്വീകരിക്കുന്നതായാലും കൊടുക്കുന്നതായാലും അത് ഭഗവാൻ എല്ലാം കാണുന്നുണ്ടേ. ഭഗവാനാണ് ആരാണ്? അനന്തനാണ്, സാക്ഷിയാണ്, അന്തര്യാമിയാണ്. ആ ഭഗവാൻ നമുക്ക് നിർവൃതി തരും. നിർവൃതി തരുന്നതായിട്ടുള്ള ഭഗവാൻ നിയതാർത്ഥ ആണ്. ഇത് മുന്നേ കൂട്ടി നിശ്ചയിച്ചതാ. നമ്മുടെ ഭാവം ഇങ്ങനെ ആവട്ടെ എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാനും പറ്റില്ല, പ്രവർത്തിക്കാനും പറ്റില്ല. അതുകൊണ്ട് തം ഭഗവന്തം ഭജേത, ആ ഭഗവാനെ നമ്മൾ ഭജിക്കുക തന്നെ വേണം. എന്തിനു വേണ്ടിയിട്ട്? സംസാരഹേതു ഉപരമഹ, സംസാരം ഉണ്ടാകാനുള്ള കാരണത്തെ ഇല്ലാണ്ടാക്കാൻ, ഉപരമഹ അത് അവസാനിപ്പിക്കാൻ. എത്ര എവിടെയായാലും എപ്പോഴായാലും. ആറാമത്തെ ശ്ലോകം വളരെ പ്രധാനമാണ്. സർവാത്മന ഭഗവാനെ ആശ്രയിക്കൂ എന്നൊരൊറ്റ കാര്യമുള്ളൂ. നമുക്ക് തരുന്നത് മുഴുവൻ ഭഗവാനാണ്. അപ്പോൾ ഭാഗവതം നിങ്ങൾ കേട്ടു, അതിൻ്റെ അർത്ഥം ശരിക്കും ഉൾക്കൊള്ളാൻ സാധിച്ചു എങ്കിൽ അത് ഭഗവാൻ പൂർവ്വ നിശ്ചിത ഒരു തീരുമാനമാണ്. നിങ്ങൾക്ക് ഈ ബുദ്ധി ഭഗവാൻ ഭഗവത്വത്തിലേക്ക് നിങ്ങളെ മനസാവചസ കർമ്മണ എത്തിക്കുമാറാകട്ടെ, ഇത് ഭഗവാന്റെ തീരുമാനമാണ്. അപ്പോൾ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടുള്ള തീരുമാനങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഓരോ പ്രവൃത്തിയുടെയും നമ്മളൊക്കെ പ്രിജുഡിസ്റ്റാണ്, മുൻവിധിയോട് കൂടിയിട്ട് എല്ലാവരെയും കാണുക. അപ്പോൾ ആ മുൻവിധിക്ക് മാറ്റം വരും. പിന്നീടുള്ള ഇത് മുഴുവൻ ഭഗവതാർപ്പിതമായിട്ട് മകന് കൊടുക്കുകയാലും ഭർത്താവിന് കൊടുക്കുകയാലും അതേപോലെ ലോകത്തിന് കൊടുക്കുകയാലും നമ്മളതൊക്കെ ഈശ്വരാർപ്പണമായിട്ടാണ് പിന്നെ ചെയ്യുക. സംഗതി കൂട്ടാൻ വയ്ക്കലും മറ്റേ അടിച്ചുവരലും തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഭാവം വ്യത്യാസം വന്നു. ഈ ഭാവം വ്യത്യാസം വരുത്തലാണ് ശ്രീശുഖബ്രഹ്മർഷിയുടെ ആവശ്യം. അത് പരീക്ഷത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ്. പരീക്ഷത്തിന് അത് കഴിഞ്ഞിറക്കണോ? കാരണം പരീക്ഷത്തിന് 7-ാം ദിവസം മുക്തി ഉറപ്പാണ്. പരീക്ഷത്തിന് വേണ്ടിയിട്ട് ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ എപ്പോഴും തം ഹരിം ഭജേത, ആ ഭഗവാനെ ഭജിക്കുക തന്നെ വേണം. എങ്ങനെയാണ് ഭജിക്കേണ്ടത്? ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളും ഫലങ്ങളും ഭഗവാന് സമർപ്പിക്കുന്നു. ആരാ ഭഗവാൻ? എല്ലാവരുമാണ് ഭഗവാൻ. സസ്യായാലും ശരി, പ്രാണിയായാലും ശരി, മക്കളായാലും ശരി, ബന്ധുക്കളായാലും ശരി. അപ്പോൾ സകലതും ഭഗവാനാണ്. ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാറാവണം. എന്നാൽ യദ്യപി തുല്യദർശനം, ഇങ്ങനെ എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും എല്ലാം വ്യത്യാസമാണ് എന്ന് ധരിക്കുകയും വേണം. അപ്പോൾ സ്ത്രീ വ്യത്യാസമുണ്ട്, പുരുഷൻ വ്യത്യാസമുണ്ട്, പശുവർഗം വ്യത്യാസമുണ്ട്, പന്നി പുലി വ്യത്യാസമുണ്ട്, കൊതു ഈച്ച വ്യത്യാസമുണ്ട്, കാഞ്ഞിരായാലും മറ്റേ മാവായാലും ലാവായാലും വ്യത്യാസമുണ്ട്, വിഷവൃക്ഷങ്ങളുണ്ട്. വ്യത്യാസമുണ്ടെങ്കിലും ശരി, ഇതിലൊക്കെ ഈ സത്തും അസത്തും അതെല്ലാം ഭഗവാൻ തന്നെയാണ്. അങ്ങനെ നമുക്ക് ജീവിക്കാറായാലോ? നമ്മുടെ ഈ ഭാവമാണ്. പ്രവൃത്തികൾക്കൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ഭാവം അത് കൃത്യമായാൽ നമുക്ക് ഈ ജന്മം കൊണ്ട് തന്നെ മുക്തി കിട്ടും. അതാണ്, അതിനാണ് പുരാണത്തെ ആശ്രയിക്കൂ എന്ന് പറയാനുള്ള കാരണം. പണിയെടുക്കണം, എല്ലാ പണിയെടുക്കണം. ഏവം സ്വചിത്തേ സ്വതയേവ സിദ്ധ ആത്മാ പ്രിയോർത്ഥോ ഭഗവാനനന്ദ തം നിർവൃതോ നിയതാർത്ഥോ ഭജേത സംസാരഹേതു പരമശ്ചയത്രാം. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു നിർവൃതി ഭാവത്തിൽ, നമ്മളെപ്പോഴും സന്തോഷഭാവത്തിൽ ഈ പ്രവൃത്തികൾ ചെയ്യാൻ ഭഗവാൻ തന്നെ നമ്മെ സഹായിക്കുമാറാകട്ടെ. 6-ാമത്തെ ശ്ലോകം 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ സ്കന്ധത്തിൽ 6-ാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു. നാരായണ നാരായണ.